ഫുൾ ക്ഷീണിച്ച് വേർത്തെ പൊളിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബെയർ കബിനെ കണ്ടം വഴി ഓടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഓട്ടം. പക്ഷെ മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. ഒന്നാമത് ഇരുട്ടായിരുന്നു, ഒന്നും കണ്ടില്ല, അതൊരു പ്രശ്നം. ഇതായിപ്പോൾ ടോർച്ചില്ലാതെ വെളിയിൽ ഇറങ്ങുന്നില്ല. എനിവേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ വന്ന് അപ്പോൾ അവരവിടെ പതുക്കെ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്യുന്നു. നമ്മൾ ആ സമയത്തൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി തീയൊക്കെ ഇട്ട് കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കുന്നു. പിന്നെ കിടന്നുറങ്ങുന്നു. നാളെ രാവിലെ വീണ്ടും അടുത്ത സ്പോട്ട്, ഓട്ടം തന്നെ ഓട്ടം. അപ്പോൾ നമ്മൾ പതുക്കെ കുക്കിംഗ് ഒക്കെയാണ്. പാളെണ്ണം കൂടിയപ്പോൾ കുറച്ചും കൂടെ വൈബായില്ലേ. നമ്മൾ ആക്ച്വലി ഇവിടെ ഫയറൊക്കെ ഇട്ടായിരുന്നു, പക്ഷേ ഇവിടെ ഫയർ ബാൻ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു പുള്ളി വന്നിട്ട് എനിക്കൊന്ന് അപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്നയാളാണ്, പുള്ളി വന്നിട്ട് ഫയർ ബാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാം കെടുത്തി. നമുക്കിവിടെ ഗാർബേജ് ഇങ്ങനെ രണ്ടും വേറെ വേറെ തന്നെ ഇടണം, റീസൈക്കിളുകളും ഗാർബേജും വേറെ തന്നെ ആയിട്ടിടണം, അല്ലെങ്കിൽ അതും ഫൈനൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ എല്ലാം വേറെ വേറെ ഇടും. ഡീസൻ്റാണ്, എക്സ്ട്രാ ഡീസൻ്റ്. പിന്നെ മൊത്തത്തിൽ നൂഡിൽസ് ഗൈസ്. അപ്പം ഞാൻ ഇതുവരെ നമ്മുടെ ടെൻറ്റ് കാണിച്ചു തന്നിട്ടില്ല. 1 സെക്കൻഡ്. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഞാനകം കാണിച്ചു തരാം. നമുക്ക് ലാഡറുണ്ട് ഇവിടെ, ഹീരിട്ട തലേ. പക്ഷേ പകലൊക്കെ കാണിക്കാനുള്ള സാധനമാണ്. അമ്മീ വീടില്ലേ. മേളിലാണ് വരുന്നു. വല്ലതും എടുക്കാനുണ്ടോ? 1 മിനിറ്റ് തരുമോ? അപ്പോൾ നമ്മളിതിനകത്ത് ഫുള്ള് വിരിച്ച് സെറ്റാക്കി ഇട്ടിരിക്കുക. പില്ലോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് ഇട്ടിരിക്കുക. പിന്നെ ഇതിൽ ഓൾറെഡി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു ബെഡ്. ഒരു 1.5 ഇഞ്ച് അത്രയൊക്കെ ആ ഒരു കടിക്കുക. പക്ഷെ നല്ല സോഫ്റ്റാട്ടോ, നല്ലതാ. മറ്റേ ഫോം ബെഡ് ടൈപ്പ് സാധനം. പിന്നെ ഇത് നമ്മളിപ്പം സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇനി അഥവാ തണുപ്പ് കൂടുതലാണെങ്കിൽ രാത്രിയിൽ പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളിപ്പോൾ ലൊക്കേഷൻ ഇങ്ങോട്ടേക്ക് മാറിയില്ലേ, 400 കിലോമീറ്ററിങ് വന്നു. അപ്പം അറിയത്തില്ലല്ലോ രാത്രി എങ്ങനെയാണെന്ന്. അതുകൊണ്ട് പിന്നെ ഇവിടെ റേഞ്ചൊന്നും കിട്ടാത്തതുകൊണ്ട് വെതറൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ എടുത്തിട്ട് വെച്ചേക്കോ. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൗച്ചുകളൊക്കെ ഉണ്ട്. പിന്നെന്താ കാണിക്കാനുള്ളത്? ലൈറ്റ്. ഇതിൽ തന്നെ ഇൻബിൽഡ് ലൈറ്റ് ഉണ്ട്. അതൊരു ഡോറാണ്, അതൊരു ഡോറാണ്, ഇതൊരു ഡോറാണ്. എവിടെ കാണുന്നില്ല? ഇതൊരു ഡോറാണ്. പിന്നെ നമ്മളിപ്പോൾ തുറന്നേക്കുന്ന ഡോർ, അതാണ് നമ്മുടെ ടെൻറ്റ്. ഞാൻ പകലെപ്പോഴെങ്കിലും നന്നായിട്ടൊരു വീഡിയോ എടുത്ത് കാണിക്കും. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മടുത്തു ശരിക്കും. 2 ദിവസമായല്ലോ കേട്ടോ, പറയുന്നത് ശരിയല്ല. 10 ദിവസത്തെ ട്രിപ്പാണ്. ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മല കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നേരം വെളുത്തിങ്ങി വരുന്നേ ഉള്ളൂ. വേറെ അപ്പുറത്തും സ്പോട്ടിൽ ആൾക്കാരൊന്നും എണീറ്റിട്ടില്ല. ഞങ്ങളും അതൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കണം. പക്ഷേ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഒരു കോഫി ഇട്ട് കുടിച്ച് ഒരു മുട്ടയൊക്കെ പുഴുകി കഴിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു.
ഇല്ല. സൺ അവിടെ പതുക്കെ എത്തി നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം നല്ല ലേറ്റായി. ഇനി അടുത്ത ലൊക്കേഷൻ എത്തുമ്പം അവിടെ സൺസെറ്റ് കാണാൻ പറ്റുമോ, അതെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ്. പിന്നെ എല്ലാവരും ഇത് അത്യാവശ്യം ലോങ്ങാണ്. അപ്പം 800 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് പോകണം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നോക്ക്, അവിടെ ഒരു കുഞ്ഞ് വീട് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവർക്ക് ഡെയിലി വ്യൂ കണ്ട് മടുത്ത്. ഒരു 300 കിലോമീറ്റേഴ്സ് ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു അവിടുന്ന്. ഇത് മൊത്തം 800 കിലോമീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്താലേ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എത്തത്തുള്ളൂ. അതെന്തായാലും ഇന്ന് കുറച്ച് എന്താ പറയുക, ലൈറ്റൊക്കെ പോയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു എത്തുമ്പോഴേക്ക്. ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് റെസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് നടന്ന് വർത്താൻ വേണ്ടിയിട്ട് എണീറ്റതാ, ഇറങ്ങിയതാ. ജസ്റ്റ് ഒരു വാഷ്റൂമിലൊക്കെ പോയി. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ ഇത് ഫുള്ള് ഹൈവേ, വേറെ കടകളോ ഒന്നുമില്ല. ഈ കാടിനകത്തൂടെ ഒറ്റ വഴി കിടക്കുക. അപ്പോൾ വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ഹബ്ബുകളുണ്ട്. സോ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ഇനി വിടണം. ഞാനൊരു 1 hour ഞാൻ നൈസായിട്ടൊന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ അടുത്തത് സ്വിച്ച് ചെയ്യണം. ഞാൻ ഡ്രൈവ് ചെയ്യും, അവൻ ഉറങ്ങും. അങ്ങനെ ഇതാണ് നമ്മുടെ കൂടെയുള്ള അടുത്ത വണ്ടി കേട്ടോ, ജോർജസ് റോഡ് വണ്ടി. അപ്പം നമ്മൾ അടുത്ത ബ്രാഞ്ച് കയറി, ന്യൂ ബ്രാഞ്ചിക്ക് കയറി. ഇവിടെ എനിക്ക് തോന്നുന്നു മൂസിനെ കാണാൻ ചാൻസസ് കൂടുതലാണ്. ഇവിടെ കൂടുതലും സൈൻ ബോർഡ്സ് എല്ലാം വെച്ചേക്കുന്നത് അങ്ങനെ. നമ്മുടെ അങ്ങോട്ടേക്ക് മാനാണ്, ഇവിടെ മൂസിൻ്റെ വെച്ചേക്കുന്നത്. കണ്ടാൽ നൈസായിരുന്നു. പിന്നെ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ച് റോഡ് കിടക്കുക, ഓടിച്ചോടിച്ച് മടുത്ത് ഓൾമോസ്റ്റ്. ഞാനൊരു എക്സ്പേർട്ട് ഡ്രൈവർ ഒന്നുമല്ല. ഒരു 3 months ഞാനായിട്ടുള്ളൂ ഇവിടെ ലൈസൻസ് എടുത്തിട്ട്. പക്ഷെ അത്യാവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കൊരു ലെക്സസ് ഉണ്ട്, അത് ഡെയിലി ഓടിക്കുന്നുണ്ട്. അത് ഓടിക്കാൻ എളുപ്പമാട്ടോ. ഇത് ഇച്ചിരി പാടാണ്, ഇത് പണിയാണ്. ഞാൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസിന് കുറവൊന്നുമില്ല. പക്ഷെ നമ്മുടെ കോ പാസഞ്ചർ ആണല്ലോ, നമുക്ക് സർട്ടിഫിക്കറ്റ് തരണ്ടേ. എൻ്റെ കോ പാസഞ്ചർ
ഇഷ്ടമുണ്ട് കേട്ടോ വണ്ടി ഓടിക്കാൻ. നേരത്തെ എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഞാനിവിടെ വന്നിട്ടായാലും 2-2.5 വർഷം കഴിഞ്ഞിട്ടാണ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കൊള്ളാം, നൈസ് പരിപാടിയാണ്. റോഡ് ട്രിപ്പ് ആയാലും ഓഫ് റോഡിങ് ആയാലും പോകുമ്പോൾ നമുക്ക് ഓടിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നും. ഞാൻ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ കുറച്ചും കൂടെ ചെയ്യണം എന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള വീഡിയോസും വരുമ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഞാൻ അതും ഇടാം. ഇപ്പം നമ്മൾ ഒറ്റ പൊക്കോണ്ടിരിക്കുകയാണ്, എവിടെ എത്തുമെന്ന് അറിയത്തില്ല. എനിവേ ഇന്നിപ്പോൾ എത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. പോയി ചത്ത് 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 എവിടെയെങ്കിലും പോയി കിടന്നാ മതി. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ സെൽഫാണ്, മിക്കവാറും എല്ലാ പമ്പിലും തന്നെ സെൽഫാണ്. പിന്നെ മിക്കവാറും ഓൺ റൂട്ടുകളിൽ രണ്ടും കാണും, സെൽഫും കാണും, അവർ സർവീസും ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, നൈസല്ലേ. സൺസെറ്റായി. നമ്മൾ ലൊക്കേഷനിൽ ഈ സമയത്ത് എത്തൂല. അത് കുറച്ച് ഒരു ഓഫ് റോഡ് കയറി പോവണം, കുറച്ച് ടൈം എടുക്കും. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലൈക്ക് നമ്മുടെ ജോർജസ് ബ്രോയുടെ മോൻ. അവന് ഇപ്പോൾ 12 years ആയിട്ടുള്ളൂ. പക്ഷെ വൈബ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നോളും, പ്രശ്നമൊന്നുമില്ല. സണ്ണങ്ങ് ജസ്റ്റ് അപ്പുറത്ത് പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ഇവിടെ അടുത്ത ആൾ പൊങ്ങി വരുന്നുണ്ട്. നല്ല സൈസിൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ വീഡിയോയിൽ നിന്ന് ഉദ്ദേശിച്ചത് വേറെ ആയിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഫുള്ള് ലേറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് അളവിന് ഒരു വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജെയിൻസുമായിട്ടൊന്ന് രണ്ടാക്കിയാൽ മതി. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഒരു 6 kilometers കൂടെ ഉള്ളൂ. പക്ഷെ ഗ്രാവൽ റോഡാണ്. ഇവിടുന്നൊക്കെ വല്ല മൂസൊക്കെ വട്ടം ചാടിയോ നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്. വേണ്ട, ഈ സാധനം പറയുമ്പോൾ വിചാരിക്കും ഓ അത്ര ഭയങ്കര മറ്റേ ഉപദ്രവിക്കണ സാധനമൊന്നുമല്ലല്ലോ, മാൻ പോലത്തെ ഐറ്റം അല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്രവണത കൂടുതലാണ്.
ഹലോ 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 ജോയ്സ് ബ്രോ കേൾക്കുന്നുണ്ടോ? പൊളി, ഒരു രക്ഷയില്ല, നേരെ ഇങ്ങ് പോരെ. മൂന്ന് അവിടെ എവിടെയോ ഒരു ചെറിയ സാധനം കാണുന്നുണ്ട്. ഫുള്ള് ഫോഗുണ്ട്. ഫോഗോ ക്ലൗഡോ എന്തൊക്കെയോ ഉണ്ട്, ഒന്നും കാണുന്നില്ല. ജോഗീസ് ബ്രോതോ അങ്ങ് ദൂരേന്ന് വരുന്നേ ഉള്ളൂ. അങ്ങ് ദൂരെ ദൂരെ ഒരു ചെറിയ മിന്നിൽ കാണുന്നുണ്ട്. കുറച്ച് ബാക്കിലായി പോയി. നടുവയ്യ, ഒന്നും വയ്യ. വണ്ടി എടുക്കണോ? വന്ന് കിടക്കണോ? ഫുള്ള് വണ്ടി കയറി ഇറങ്ങിയതാണ്. ഇതേ അങ്ങനെ വരുന്നുണ്ട്. കടുക്കത്ത് കാറ്റ്.